നമസ്കാരം. ടോപ് 10ലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ 2 വർഷം മുമ്പ് ക്ലിഫ് ഹൗസ് മേൽവിലാസത്തിൽ വന്നൊരു സമൻസ് ആണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് വന്ന ED സമൻസിന് പിന്നിലെ സത്യമെന്ത്? BJPയുടെ മൗനത്തിന് പിന്നിൽ CPM BJP അവിശുദ്ധ കൂട്ടുകെട്ടെന്ന പ്രതിപക്ഷവാദം ശരിയോ? ED സമൻസിൽ മകന് പ്രതിരോധം തീർത്ത് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണോ പ്രതിരോധത്തിലായ പാർട്ടിയുടെയും നിലപാട്? അതോ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടെ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയോ? സമഗ്രമായി നോക്കാം ഇന്നത്തെ ടോപ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ ED സമൻസ് അയച്ചത് ലാവ്ലിൻ കേസിലെന്ന രേഖകൾ. ED സമൻസ് കിട്ടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. മകൻ അധികാരത്തിന്റെ ഇടനാഴിയിൽ വന്നിട്ടില്ല, മക്കളെക്കുറിച്ച് അഭിമാനമെന്നും ദുഷ്പേരുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചിട്ടില്ലെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവനെ? ഏതെങ്കിലും സ്ഥലത്ത് കണ്ടോ? ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവൻ അറിയുമെന്ന് സംശയമാണ്. അതാണ് എന്റെ മകന്റെ പ്രത്യേകത. ശബരിമലയിൽ തിരിച്ചെത്തിച്ച ദ്വാരപാലക പാളികളും തകിടുകളും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് സംശയിച്ച് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. ചെന്നൈയിൽ നാഗേഷിന്റെ അടുത്ത് പാളികൾ എത്തിച്ചതിലും ദുരൂഹത. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെയും ഉടൻ കസ്റ്റഡിയിൽ എടുത്തേക്കും. അന്വേഷണം നടക്കുന്നതിനിടെ വിധി വേണ്ടെന്ന് മുഖ്യമന്ത്രി. പശ്ചിമേഷ്യയിൽ സമാധാനം. ഉടമ്പടി പ്രകാരം 20 ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിച്ച് ഹമാസ്. 2000-ഓളം പലസ്തീൻ ബന്ദികളെ ഇസ്രയേലും മോചിപ്പിച്ചു. ഗാസയിലും ഇസ്രയേലിലും ആഹ്ലാദ പ്രകടനങ്ങൾ. യുദ്ധം അവസാനിച്ചെന്ന് ഇസ്രയേൽ പാർലമെന്റിൽ പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. സമാധാനത്തിനായി ഒരുമിച്ച് പോകുമെന്ന് ബെന്യാമിൻ നെതന്യാഹു. ഈജിപ്തിലെ സമാധാന ഉച്ചകോടിയിൽ ട്രംപ് ഉൾപ്പെടെ ലോക നേതാക്കൾ. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമനങ്ങളിൽ അയഞ്ഞ സർക്കാർ. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ ആവശ്യം അംഗീകരിച്ചു. NSS സ്ഥാപനങ്ങൾക്ക് സുപ്രീം കോടതി അനുവദിച്ച ആനുകൂല്യം എല്ലാ മാനേജ്മെന്റുകൾക്കും നൽകുമെന്ന് മുഖ്യമന്ത്രി. സ്വാഗതം ചെയ്ത് ക്രൈസ്തവ സഭകൾ. യൂത്ത് കോൺഗ്രസിന് പുതിയ സംസ്ഥാന അധ്യക്ഷൻ. OJ ജനീഷ് അധ്യക്ഷൻ. ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റ്. അബിൻ വർക്കിയും KM അഭിജിത്തും ദേശീയ സെക്രട്ടറിമാർ. പാലക്കാട് പിരായിരിയിൽ റോഡ് ഉദ്ഘാടനത്തിനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടഞ്ഞ് DYFI. UDF-നൊപ്പം പ്രവർത്തിക്കാൻ CK ജാനു. കോൺഗ്രസിൽ ചേർന്ന മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ. കൊല്ലം മലയോര മേഖലയിൽ വന്യമൃഗശല്യവും പ്രതികൂല കാലാവസ്ഥയും കർഷകർക്ക് തിരിച്ചടി. ഒട്ടേറെ പേർ കൃഷി ഉപേക്ഷിച്ചു. സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം. ടോപ് 10 സ്പെഷ്യൽ. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണത്തിന് സുപ്രീം കോടതി നിർദ്ദേശം. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അജയ് റസ്തോഗി മേൽനോട്ടം വഹിക്കും. ഉത്തരവ് TVKയുടെ ഹർജിയിൽ. വെസ്റ്റ് ഇൻഡീസിനെതിരെ 2ാം ടെസ്റ്റിൽ ഇന്ത്യ ജയത്തിനരികെ. 9 വിക്കറ്റ് ശേഷിക്കെ ജയിക്കാൻ വേണ്ടത് 58 റൺസ്. ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കിയ വിൻഡീസ് 2ാം ഇന്നിംഗ്സിൽ 390 റൺസ്. ജോൺ ക്യാമ്പെല്ലിനും ഷായി ഹോപ്പിനും സെഞ്ചുറി. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ 3 പേർക്ക്. ജോയൽ മോക്കീർ, ഫിലിപ്പ ആഗ്യോൺ, പീറ്റർ ഹോവിറ്റ് എന്നിവർക്ക് പുരസ്കാരം. അംഗീകാരം നൂതന സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള വിശദീകരണത്തിന്. സ്റ്റോറി ഓഫ് ദി ഡേ. ഐതിഹ്യ പെരുമയിൽ ഈ പുണ്യഭൂമി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ED സമൻസ് അയച്ചത് ലാവ്ലിൻ കേസിൽ. വിവേക് കിരണിനെ ED വിളിപ്പിച്ചത് സാക്ഷി എന്ന നിലയിലാണ്. ക്രൈം നന്ദകുമാറിന്റെ പരാതിയിലാണ് ED അന്ന് നടപടി സ്വീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന്റെ ED സമൻസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് വിവേക് കിരണിനെ മൊഴിയെടുക്കാൻ ED വിളിപ്പിച്ചത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് വിവേക് കിരണിന് ED നോട്ടീസ് അയച്ചത്.
വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന മുഖ്യമന്ത്രിയുടെ വസതിയുടെ മേൽവിലാസത്തിലാണ് സമൻസ് അയച്ചത്. സമൻസ് ലഭിച്ചിട്ടും വിവേക് കിരൺ ഹാജരായിരുന്നില്ല. 2 വർഷം മുമ്പാണ് ലാവ്ലിൻ കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ പരാതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ED വിവേകിന് സമൻസ് അയച്ചത്. ക്രൈം നന്ദകുമാർ നൽകിയ പരാതിയിലാണ് ED 2020 കേസ് രജിസ്റ്റർ ചെയ്തത്. നേരത്തെ ചോദ്യം ചെയ്തവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിവേകിന് നോട്ടീസ് അയച്ചത്. വിവേക് കിരണിന് സമൻസ് അയച്ചത് സാക്ഷിയെന്ന നിലയിലാണെങ്കിലും ഒരു സമൻസിനപ്പുറം പിന്നീട് EDയുടെ തുടർ നടപടികൾ ഉണ്ടായില്ല. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ദിലീപ് രാഹുലൻ പ്രവർത്തിച്ചിരുന്നത് UK കേന്ദ്രീകരിച്ചാണ്. പസഫിക് കൺട്രോൾ സ്ഥാപനത്തിന്റെ ഉടമയായ ദിലീപ് രാഹുലൻ ലാവ്ലിൻ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. വിവേകും UKയിൽ പഠന സംബന്ധമായി പോയിരുന്നു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിലാണ് വിവേക് കിരണിന് ED സമൻസ് എന്ന് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. വിവേക് കിരണിന് സമൻസ് അയച്ച അതേ ദിവസം ഇതേ കേസിൽ ഹാജരായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ ചോദ്യം ചെയ്ത ശേഷം ED അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആ ദിവസമാണ്. പിന്നീടാണ് വിവേക് കിരണുമായി ബന്ധപ്പെട്ട സമൻസ് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണെന്ന് വ്യക്തമായത്. അമൃത ന്യൂസ്, കൊച്ചി. EDയുടെ സമൻസ് മകന് കിട്ടിയെന്ന വാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രി. യാതൊരു സമൻസും ക്ലിഫ് ഹൗസിൽ വന്നിട്ടില്ലെന്നും തനിക്കോ മകനോ കിട്ടിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. തന്റെ പൊതുജീവിതവും രാഷ്ട്രീയ ജീവിതവും തീർത്തും കളങ്കരഹിതമെന്നും കളങ്കപ്പെടുത്തുന്ന രീതിയിൽ മക്കളാരും പ്രവർത്തിച്ചിട്ടില്ല എന്നത് തനിക്കേറെ അഭിമാനമുള്ള കാര്യമെന്നും മുഖ്യമന്ത്രി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ഡൽഹിയിലെ വസതിയിൽ പോയി കണ്ടതിലെ പ്രതിപക്ഷ ആരോപണത്തെയും മുഖ്യമന്ത്രി പരിഹസിച്ചു. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ പേരിൽ EDയുടെ സമൻസ് ക്ലിഫ് ഹൗസിൽ എത്തിയെന്നുള്ള വാർത്ത സർക്കാരിനെയും പാർട്ടിയെയും ഏറെ പ്രതിരോധത്തിലാക്കുമ്പോഴാണ് EDയുടെ സമൻസ് തള്ളി മുഖ്യമന്ത്രി രംഗത്ത് വരുന്നത്. ക്ലിഫ് ഹൗസിൽ അങ്ങനെയൊരു സമൻസ് ലഭിച്ചിട്ടില്ലെന്നും മകന് സമൻസ് കിട്ടിയതായി അറിവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അല്ല, എൻ്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല. ഈ മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് ഇതുവരെ മകൻ എന്നോട് പറഞ്ഞിട്ടുമില്ല. ആരോപണങ്ങൾ തന്നെ കളങ്കിതമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും തന്റെ പൊതുജീവിതത്തെ കളങ്കപ്പെടുത്തുന്ന തരത്തിൽ മക്കൾ യാതൊന്നും ചെയ്തിട്ടില്ലെന്നും അതിൽ അഭിമാനിക്കുന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഏതച്ഛനും ഏത് മകനെക്കുറിച്ചും അഭിമാനബോധം ഉണ്ടാവും. പക്ഷേ എൻ്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ്. ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എൻ്റെ മക്കള് ആരും പ്രവർത്തിച്ചിട്ടില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഡൽഹിയിൽ വസതിയിൽ പോൽ കണ്ടതിലെ പ്രതിപക്ഷ വിമർശനത്തെയും മുഖ്യമന്ത്രി പരിഹസിച്ചു. അത് ഈ കാര്യങ്ങളെ പറ്റി ഒരു വിവരവുമില്ലാത്ത ഏതോ ഒരു മഹാവിദ്വാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. കാരണം ഈ മന്ത്രിമാരായിട്ടിരിക്കുന്നയാൾ എവിടെ ഇരുന്നാലും, അത് വീടായാലും ഓഫീസായാലും, അത് ഔദ്യോഗികമായിട്ടുള്ള കേന്ദ്രമാണ്. അതേസമയം പാർട്ടി ജനറൽ സെക്രട്ടറി ഇക്കാര്യത്തിൽ നടത്തിയ പ്രതികരണം വസ്തുതകൾ മനസ്സിലാക്കാതെയാകാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ED സമൻസ് മൂടിവെച്ചത് എന്തിനെന്നും കേസില്ലാതായി എന്ന് MA ബേബി എങ്ങനെ അറിഞ്ഞുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM BJP ബാന്ധവമുണ്ടെന്നും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് CPMനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അല്ല, ഇത് മനസ്സിലാകേണ്ട പ്രശ്നം, ഇങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിട്ടും എല്ലാവരും മൂടി വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം, ആരോടും പറഞ്ഞില്ല. പിന്നെ ഇതെങ്ങനെ ഈ നോട്ടീസ് സാധാരണ ഒരാൾക്ക് അയച്ചാൽ, ED നോട്ടീസ് അയച്ചാൽ അതിന്റെ പ്രൊസീജിയർ ഉണ്ടാവും. ഇത് യാതൊരു പ്രൊസീജിയറും നടന്നിട്ടില്ല. പിന്നെ എന്നാണ് നമ്മുടെ അറിവ്. ഇതെങ്ങനെയാണ് മൂടി വയ്ക്കപ്പെട്ടത്? ഒരു സമൻസ് അയക്കാൻ ഒരു തുടക്കം ഉണ്ടാവും. ആ തുടക്കം എങ്ങനെ ഇല്ലാതായി സമൻസ് അയച്ചു കഴിഞ്ഞപ്പോൾ? മാസപ്പടി കേസിലെ SFIO അന്വേഷണത്തിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി വീണ വിജയൻ. അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിനെതിരെയാണ് അപ്പീൽ നൽകിയത്. ഡിവിഷൻ ബെഞ്ചിനെയാണ് സിംഗിൾ ബെഞ്ച് വിധി ചോദ്യം ചെയ്ത് സമീപിച്ചിരിക്കുന്നത്. വീണയുടെ ഹർജിയിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചു. കേസ് ഡിസംബർ 3 പരിഗണിക്കും. ശബരിമലയിൽ തിരികെ എത്തിച്ച ദ്വാരപാലക പാളികളും തകിടുകളും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് സംശയിച്ച് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. സ്വർണം പൂശി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം കുറഞ്ഞെന്ന് കണ്ടെത്തിയിരുന്നു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ SIT നീക്കം തുടങ്ങി. കള്ളപ്പണം വെളുപ്പിക്കൽ സംബന്ധിച്ച് EDയും വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. ശബരിമലയിൽ തിരിച്ചെത്തിയ ദ്വാരപാലക പാളികളിലും തകിടുകളിലും വലിയ തൂക്കക്കുറവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന സംശയം വിജിലൻസ് റിപ്പോർട്ടിലുള്ളത്. ഹൈദരാബാദിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും സ്വർണ്ണപ്പണി നടത്തുന്ന സ്ഥാപനത്തിന് ഉടമയുമായ നാഗേഷ് എന്നയാളുടെ അടുത്ത് പാളികൾ എത്തിച്ചതിലും ദുരൂഹതയുണ്ടെന്ന് വിജിലൻസ് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു വരുമാനവുമില്ലാത്ത പോറ്റി തുടർച്ചയായി നടത്തിയ വഴിപാടുകളും ലക്ഷങ്ങളുടെ സംഭാവനയും സ്പോൺസർഷിപ്പും വിജിലൻസിന് സംശയമുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും.
ശബരിമല സന്നിധാനത്തും ബംഗളൂരുവിലും എത്തി നിർണായക വിവരങ്ങൾ SIT ശേഖരിച്ചിട്ടുണ്ട്. മോഷ്ടിക്കപ്പെട്ട സ്വർണം വേഗം കണ്ടെത്തുക, ദ്വാരപാലകപ്പാളികൾ വ്യാജമായി നിർമ്മിച്ചത് എവിടെയെന്ന് കണ്ടെത്തുക എന്നിവയ്ക്കാണ് ആദ്യഘട്ട അന്വേഷണത്തിൽ പ്രാധാന്യം നൽകുന്നത്. EDയുടെ വിവരശേഖരണം തുടരുകയാണ്. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിലാണ് നിലവിൽ പ്രാഥമിക വിവരശേഖരണം നടക്കുന്നത്. പോലീസിനോടും വിജിലൻസിനോടും വിവരങ്ങൾ തേടി തെളിവുകൾ ശേഖരിച്ച ശേഷമാകും ECR രജിസ്റ്റർ ചെയ്യുന്നതിൽ തീരുമാനമെടുക്കുക. കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ SITയുടെ അന്വേഷണം നടക്കട്ടെ എന്നും അതിനു മുമ്പ് പ്രതികരിക്കാനില്ലെന്നും മുഖ്യമന്ത്രി. ആരൊക്കെ വിലങ്ങണിഞ്ഞും അല്ലാതെയും ജയിലിലേക്ക് പോകുമെന്ന് നമുക്ക് നോക്കാമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ പ്രവർത്തനം നടക്കട്ടെ. അവരുടെ പ്രവർത്തനം നടന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തോടെയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ആശങ്കയും വേണ്ടതില്ല. നല്ല അന്വേഷണം നടക്കും. ആ അന്വേഷണം നടന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ട് ആരൊക്കെയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ബലം കണിഞ്ഞോ ബലം കണിയാതെയോ ജയിലിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം. അതല്ലേ നല്ലത്. അതിനെന്തിനാണ് ഇത്ര ധൃതിപ്പെടുന്നത്? പ്രതിപക്ഷം ശബരിമല വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചെന്നൈയിലേക്ക് പോയത് വ്യാജ മോൾഡാണ്, യഥാർത്ഥ സ്വർണം വിറ്റു. അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെയും കാര്യങ്ങൾ അറിയാം. അന്നത്തെ മന്ത്രിയെ കൂടി പ്രതിയാക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നതിലും ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റതിലും രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട്. ഞങ്ങൾ കരുതുന്ന അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ കടകംപള്ളി എങ്ങനെ ദേവസ്വം മന്ത്രി അറിയാതെ പോകുന്നത്? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് തിരിച്ചു കൊണ്ടുവന്നത്? ഇത് ഇവിടെ നിന്ന് എത്തിക്കാൻ, ചെന്നൈയിൽ എത്തിക്കാൻ 1 മാസവും 9 ദിവസവും എടുത്തെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദേവസ്വം ബോർഡ് ഇപ്പൊ പ്രതിയായി. അത് CPM പ്രതിയാകുന്നതിന് തുല്യമാണ്. മന്ത്രിയെ കൂടിയുള്ള അന്വേഷണം നടത്തണം. വിശദമായ അന്വേഷണം കൂടി നടത്തിയാലാണ് കുറെ കൂടി ആളുകൾ ഇതിൻ്റെ അകത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ, പഴയ ദേവസ്വം ബോർഡിനെ കുറിച്ചും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ കുറിച്ചും പ്രതിപക്ഷം പറഞ്ഞ ആരോപണങ്ങൾ അടിവരയിട്ടുകൊണ്ടാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത അന്വേഷണ റിപ്പോർട്ട്. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ട റാന്നി കോടതിയിൽ FIR സമർപ്പിച്ചു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത 2 കേസുകളുടെ FIRകളാണ് സമർപ്പിച്ചത്. വരും ദിവസങ്ങളിൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നതടക്കം നടപടികൾ സ്വീകരിക്കും. അതേസമയം ജസ്റ്റിസ് ശങ്കരന്റെ നേതൃത്വത്തിൽ സന്നിധാനം സ്ട്രോങ് റൂമിൽ നടന്നുവന്ന പരിശോധന പൂർത്തിയായി. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ശബരിമല സന്നിധാനത്തെത്തി തെളിവെടുപ്പ് നടത്തിയതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ട റാന്നി കോടതിയിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത 2 കേസുകളുടെ FIRകൾ സമർപ്പിച്ചത്. ശബരിമല ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളയുടെ സ്വർണം കവർന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം 10 പേർക്കെതിരെയും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം അപഹരിച്ചതിന് 2019 ദേവസ്വം ബോർഡ് ഭാരവാഹികളടക്കം 8 പേർക്കെതിരെയുമാണ് പ്രത്യേകം FIRകൾ സമർപ്പിച്ചത്. കവർച്ച, വിശ്വാസവഞ്ചന, ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് FIRൽ ചേർത്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ നടന്ന വിജിലൻസ് അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. കേസ് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തതോടെ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടും പിടിച്ചെടുത്ത തെളിവുകളുമടക്കം ഇവർക്ക് കൈമാറിയിരുന്നു. അന്വേഷണ സംഘം ഇന്ന് പത്തനംതിട്ടയിൽ ക്യാമ്പ് ഓഫീസ് തുറന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രതികളെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുന്നതടക്കം കൂടുതൽ നടപടികളിലേക്ക് കടക്കും. അതേസമയം സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ശബരിമലയിൽ അന്വേഷണത്തിന് നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘം 3 ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം ഇന്നുച്ചയ്ക്ക് മലയിറങ്ങി. സന്നിധാനത്തെ സ്ട്രോങ് റൂമിലെ സ്റ്റോക്ക് രജിസ്റ്റർ, മഹസർ എന്നിവ തമ്മിലും ഇവയും യഥാർത്ഥ സ്റ്റോക്കും തമ്മിലും വലിയ വൈരുദ്ധ്യമുണ്ടായിരുന്നതായിട്ടാണ് ലഭിക്കുന്ന വിവരം. അടുത്ത ഘട്ടമായി ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിലും സംഘം പരിശോധന നടത്തും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷത്തിൽ ഒട്ടേറെ പ്രവർത്തകർക്ക് പരിക്കേറ്റു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിൽ നടപടി ആവശ്യപ്പെട്ട് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പോലീസ് വാഹനത്തിന് നേരെ വടിയും കല്ലും മുട്ടയും ഉൾപ്പെടെ പ്രവർത്തകർ എറിഞ്ഞു. തുടർന്ന് പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സംഘർഷത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു.
നൂറുകണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിശ്വാസികളെ അപമാനിക്കാൻ അനുവദിക്കില്ലെന്നും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. സമ്മതിക്കില്ല. ഈ നരേന്ദ്രമോദിജിയുടെ നാട്ടിൽ ആരെങ്കിലും കൊള്ള ചെയ്താലോ അഴിമതി ചെയ്താലോ വിടില്ല. ഇതൊരു സൂചന മാത്രമാണ്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് യുവമോർച്ചയുടെയും BJPയുടെയും തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ മന്ത്രി VN വാസവന്റെ രാജി ആവശ്യപ്പെട്ട് ഏറ്റുമാനൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. മന്ത്രിയുടെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. മന്ത്രിയുടെ കോലം കത്തിച്ച ശേഷം പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് ടൗണിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയ പ്രവർത്തകർ MC റോഡ് ഉപരോധിച്ചു. റോഡിൽ കുത്തിയിരുന്നും കിടന്നും പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്തു. ശബരിമലയിൽ സ്വർണ്ണ നഷ്ടമായ സംഭവത്തിൽ ഉപ്പ് തിന്നത് ആരായാലും വെള്ളം കുടിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ശബരിമല വിഷയത്തിൽ സർക്കാരിന് പലതും മറയ്ക്കാനുണ്ടാകും. ചില അവതാരങ്ങൾ ശബരിമല കേന്ദ്രീകരിച്ച് കൊള്ള നടത്തുന്നു. അവിശ്വാസികൾ ഭരണത്തിൽ വന്നാൽ എന്ത് സംഭവിക്കുമെന്നതാണ് ഇപ്പോൾ കാണുന്നത്. ശബരിമല വിഷയത്തിൽ ദേവസ്വം ബോർഡാണ് പ്രതിസ്ഥാനത്തെന്നും ഇതിനെതിരെ കോൺഗ്രസ് വിശ്വാസ സംരക്ഷണ മേഖല ജാഥകൾ നാളെ തുടങ്ങുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. 2019 ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ആളിനെ പ്രതിക്കൂട്ടിലാക്കുകയും ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുന്ന ആളിനെ വെള്ളപൂശുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ പറയുന്നു 2019 മുതൽ 2025 വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നവരും മെമ്പർമാരായിരുന്നവരും ഒരുപോലെ ഉത്തരവാദികളാണ് ഈ സംഭവങ്ങൾക്ക്. ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. അതുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും വിശ്വാസവഞ്ചനയും ഉന്നയിച്ച് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് നാളെ കാസർഗോഡ് തുടക്കമാകും. രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ UDFന്റെ പ്രധാന നേതാക്കൾ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും. ഒക്ടോബർ 18-ന് കാരക്കാട് മുതൽ പന്തളം വരെ UDF നേതാക്കളുടെ പദയാത്രയും സംഘടിപ്പിക്കുമെന്ന് ജാഥ വൈസ് ക്യാപ്റ്റൻ T സിദ്ദിഖ് MLA, ജാഥ മാനേജർ PM നിയാസ്, കോഴിക്കോട് DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ തുടങ്ങിയവർ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് BJP സംസ്ഥാന നേതൃത്വം ഗവർണറെ കണ്ടു. പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് അന്വേഷണം നടത്തണമെന്നും 30 വർഷത്തെ ദേവസ്വം ബോർഡ് വിജിലൻസ് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു. ബോർഡിന്റെ 30 വർഷത്തെ ഇടപാടുകൾ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും BJP ആവശ്യപ്പെട്ടതായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഉടമ്പടി പ്രകാരം 20 ഇസ്രയേലി ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു. 2000-ഓളം പലസ്തീൻ ബന്ദികളുടെ മോചനത്തിനും ഇസ്രയേൽ തുടക്കം കുറിച്ചു. ഗാസയിലും ഇസ്രയേലും വൻ ആഹ്ലാദ പ്രകടനങ്ങളാണ്. അതേസമയം ഇസ്രയേൽ പാർലമെന്റായ സെനറ്റിനെ ഡൊണാൾഡ് ട്രംപ് അഭിസംബോധന ചെയ്തു. അശാന്തിയുടെയും അരക്ഷിതാവസ്ഥയുടെയും നാളുകൾ അവസാനിച്ചെന്ന് ട്രംപും സമാധാനത്തിനായി ഒരുമിച്ച് പോകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും വ്യക്തമാക്കി. ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാനെത്തിയ ഡൊണാൾഡ് ട്രംപിനെ എഴുന്നേറ്റ് നിന്ന് കയ്യടിയോടെയാണ് പാർലമെന്റ് അംഗങ്ങൾ സ്വീകരിച്ചത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പമാണ് ട്രംപ് പാർലമെന്റിലെത്തിയത്. മധ്യപൂർവ്വ ദേശത്തിന്റെ ചരിത്രപരമായ ഉയർത്തെഴുന്നേൽപ്പിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നതെന്നും യുദ്ധം ആരംഭിക്കലല്ല അവസാനിപ്പിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ട്രംപ് പറഞ്ഞു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ ട്രംപ് അഭിനന്ദിച്ചു. It's the start of a grand concord and lasting harmony for Israel and all the nations of what will soon be a truly magnificent region. I believe that so strongly. This is the historic dawn of a new Middle East. അതിനിടെ ട്രംപിനെതിരെ ഇസ്രയേൽ പാർലമെന്റിൽ ഇടതുപക്ഷ പ്രതിഷേധവും ഉയർന്നു. പാർലമെന്റിൽ ട്രംപ് പ്രസംഗിക്കുന്നതിനിടയിൽ MP പ്രതിഷേധിക്കുകയായിരുന്നു. പലസ്തീൻ അംഗീകരിക്കുക എന്ന് എഴുതിയ ബാനറുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നേതൃപരമായ പങ്കുവഹിച്ച ഡൊണാൾഡ് ട്രംപിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നന്ദി പറഞ്ഞു. ഇസ്രയേലിന് നൽകുന്ന ദീർഘകാല പിന്തുണയ്ക്കും ഇറാനുമായി ഉണ്ടായ സംഘർഷത്തിൽ US എടുത്ത ധീരമായ തീരുമാനങ്ങൾക്കും നന്ദി അറിയിക്കുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു. ട്രംപിനെ ഇസ്രയേൽ പ്രൈസിനായി നാമനിർദ്ദേശം ചെയ്യാനും നെതന്യാഹു തയ്യാറായി. ഗാസ സമാധാന ഉടമ്പടി പ്രകാരം 20 ഇസ്രയേലി ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിച്ചത്.
2 ഘട്ടമായാണ് മോചിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ 7 പേരെയും 2ാം ഘട്ടത്തിൽ 13 പേർക്കുമായിരുന്നു മോചനം. മരിച്ച 4 പേരുടെ അവശിഷ്ടങ്ങളും കൈമാറിയതായാണ് വിവരം. ജയിലിൽ കഴിയുന്ന 250 പാലസ്തീനികളെയും തടവിൽ പാർപ്പിച്ചിട്ടുള്ള 1700 പേരെയുമാണ് ഇസ്രയേൽ മോചിപ്പിക്കുന്നത്. മോചിതരായ പലസ്തീൻ തടവുകാർ ഗാസയിൽ എത്തിത്തുടങ്ങി. പതാകകൾ വീശിയും ദേശീയ ഗാനങ്ങൾ ആലപിച്ചും വികാരഭരിതമായാണ് മോചിതരായ തടവുകാരെ സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഗാസയിലെ സമാധാന നീക്കം ചർച്ച ചെയ്യാൻ അമേരിക്കയും ഈജിപ്തും സംയുക്തമായി നടത്തുന്ന ഉച്ചകോടിക്ക് തുടക്കം. ഈജിപ്തിലെ ചെങ്കടൽ തീരത്തെ ഷാമൽ ഷെയ്ഖ് നഗരത്തിലെ സ്വകാര്യ റിസോർട്ടിലാണ് ഉച്ചകോടി നടക്കുന്നത്. ട്രംപിനൊപ്പം ഉച്ചകോടിയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും പങ്കെടുക്കുമെന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരം. പിന്നീട് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് നിഷേധിക്കുകയായിരുന്നു. ഇതിനിടെയാണ് നെതന്യാഹുവും ഉച്ചകോടിയുടെ ഭാഗമാവില്ലെന്ന സ്ഥിരീകരണം വന്നത്. ജൂത വിശുദ്ധ ദിനം ആരംഭിക്കുന്നതിനാലാണ് നെതന്യാഹു ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കി. ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയാർ സ്റ്റാമർ, തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ, ഇറ്റലി പ്രധാനമന്ത്രി ജോർജ മെലോനി, സ്പെയിൻ പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ തുടങ്ങി 20ഓളം ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ആണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഗാസയിൽ ശാശ്വത സമാധാനം പുലരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉച്ചകോടിയിൽ സമാധാന കരാർ ഒപ്പുവെച്ചു. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി അധ്യാപകരുടെ നിയമനത്തിൽ നിലപാടിൽ അയഞ്ഞ സർക്കാർ. NSS മാനേജ്മെന്റിന് അനുകൂലമായ വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇക്കാര്യത്തിൽ എയ്ഡഡ് സ്കൂളുകൾക്ക് കൂടി അനുകൂലമായ നിലപാട് സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി KCBC അധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവ പ്രതികരിച്ചു. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപകരുടെ നിയമനത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും NSSന് ലഭിച്ച നിയമന ഇളവുകൾ മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് ബാധകമല്ലെന്ന് സർക്കാർ അറിയിച്ചതോടെയാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തേക്കെത്തിയത്. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ ആശങ്ക KCBC അധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ബാവ മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഇക്കാര്യത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സർക്കാർ തീരുമാനമെടുത്തത്. NSSന് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച അനുകൂല വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും ലഭിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി NSS മാനേജ്മെന്റിന് നൽകിയ വിധിയിലെ ഇളവുകളും ആനുകൂല്യങ്ങളും സംസ്ഥാനത്തെ മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കുന്നതിനാവശ്യമായ നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും. ഇതിനായി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാരിൻ്റെ നിലപാട് കോടതിയെ അറിയിക്കും. 5000-ഓളം വരുന്ന ഭിന്നശേഷി അധ്യാപകർ ഉൾപ്പെടെ 16,000-ലധികം അധ്യാപകർക്ക് സർക്കാർ സ്വീകരിച്ച നിലപാട് ആശ്വാസകരമാണെന്ന് KCBC അധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ബാവ പറഞ്ഞു. ഇതിന് രണ്ടിനും ഇപ്പോൾ വളരെ ആശ്വാസകരമായ ഒരു ഉറപ്പാണ് ലഭിച്ചിരിക്കുക. മാത്രമല്ല, ഈ കാര്യത്തിലുണ്ടായിരുന്ന ഒരു അവ്യക്തത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സർക്കാർ അത് സുപ്രീം കോടതിയിൽ അതിൻ്റെ കൃത്യമായ അഫിഡവിറ്റ് സമർപ്പിക്കുമ്പോൾ ഈ വിഷയത്തിൽ അടുത്ത ഒരു പരിഹാര നടപടിയിലേക്ക് മാറാൻ സാധിക്കും. ഏറ്റവും ആശ്വാസകരമായ ഈ ഒരു തീരുമാനം അതിൽ കേരള കത്തോലിക്കാ സഭയ്ക്കുള്ള നന്ദിയും അഭിനന്ദനവും സർക്കാരിനോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോടും ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. നിയമനം കാത്തുകഴിയുന്ന ആയിരങ്ങൾക്ക് ആശ്വാസമാണ് സർക്കാരിന്റെ തുറന്ന സമീപനമെന്ന സീറോ മലബാർ സഭയും മറ്റു മാനേജ്മെന്റുകളുടെ പ്രശ്നങ്ങൾക്ക് കൂടി ഇത് പരിഹാരമാകുമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും പ്രതികരിച്ചു. സർക്കാർ ഇന്ന് യോഗം ഉദ്യോഗസ്ഥലത്തിൽ വെച്ച് കൂട്ടുകയും ഇന്ന് അനുകൂലമായ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വരുമ്പോൾ ഇത് കൊടുക്കണം എന്ന് വാദിച്ച് ഇത് കൊടുക്കുവാനുള്ള തീരുമാനം ഇപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് വളരെയധികം സ്വാഗതം ചെയ്യുന്നു. ഇത് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് കഴിയും. എന്നാൽ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങിയെന്ന നിലപാട് മന്ത്രി വി ശിവൻകുട്ടി നിഷേധിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സുപ്രീം കോടതി അനുവദിച്ച ആനുകൂല്യം എല്ലാ മാനേജ്മെന്റിനും നൽകണമെന്നാണ് സർക്കാരിന്റെ തീരുമാനമെന്ന് മുഖ്യമന്ത്രി. സർക്കാരിന് ഏകപക്ഷീയമായി നടപടി സ്വീകരിക്കാനാകില്ലെന്നും സുപ്രീം കോടതിയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ നടപ്പാക്കാൻ കഴിയുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. എല്ലാവരുടെയും ആവശ്യമാണിതെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ചില കാര്യങ്ങൾ വന്നപ്പോൾ സർക്കാർ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ
അറിവോടെയും അനുമതിയോടെയും ആകണമെന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ സർക്കാരിന് ഏകപക്ഷീയമായി നടപടി ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് സർക്കാരിൻ്റെ അഭിപ്രായം സുപ്രീം കോടതി അറിയിക്കുന്നു. ഒരു പെറ്റീഷനിൽ സുപ്രീം കോടതി ആനുകൂല്യം നൽകിയിട്ടുണ്ട്. അത് എല്ലാവർക്കും നൽകണമെന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം. ആ കാര്യം സുപ്രീം കോടതി അറിയിച്ച് സ്വാഭാവികമായും സുപ്രീം കോടതി അംഗീകരിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഏറെ നാൾ നീണ്ട തർക്കങ്ങൾക്കൊടുവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷാണ് ഇനി സംഘടനയെ നയിക്കുക. ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റായും നിയമിച്ചു. അതേസമയം സാധ്യതാ ലിസ്റ്റിലുണ്ടായിരുന്ന അബിൻ വർക്കിയെയും KM അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറിമാരായി തെരഞ്ഞെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് 51 ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചത്. 2 മാസത്തോളം നീണ്ടുനിന്ന തർക്കത്തിനൊടുവിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത്. അപ്പോഴും സാധ്യതാ പട്ടികയിലുണ്ടായിരുന്ന അബിൻ വർക്കിയെയും KM അഭിജിത്തിനെയും ബിനു ചുള്ളിയലിനെയും തഴഞ്ഞാണ് ഉപാധ്യക്ഷനായ OJ ജനീഷിനെ അധ്യക്ഷനായി ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2ാം സ്ഥാനത്ത് വന്ന അബിൻ വർക്കിക്ക് ചുമതല നൽകണമെന്ന് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പ് ശക്തമായി പോരാടിയെങ്കിലും സാമുദായിക സമവാക്യങ്ങളാണ് വിലങ്ങുതടിയായി ഉയർത്തപ്പെട്ടത്. KPCC, KSU, മഹിളാ കോൺഗ്രസ് എന്നിവയുടെ തലപ്പത്ത് ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ ഉള്ളപ്പോൾ യൂത്ത് കോൺഗ്രസിനും അത് വേണ്ട എന്ന അഭിപ്രായം മറുവിഭാഗം ഉയർത്തിക്കാട്ടി. KM അഭിജിത്തിന് വേണ്ടി MK രാഘവൻ ശക്തമായി വാദിച്ചെങ്കിലും പിന്തള്ളപ്പെട്ടു. ബിനു ചുളിയലിനെ അധ്യക്ഷനാക്കാൻ KC വേണുഗോപാലും VD സതീശനും നടത്തിയ നീക്കവും ഫലം കണ്ടില്ല. ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു OJ ജനീഷ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റുമ്പോൾ അതേ ചേരിയിൽ നിന്നുള്ള ഒരാൾ അധ്യക്ഷനാകണമെന്ന ഷാഫിയുടെ സമ്മർദ്ദത്തിനു മുന്നിൽ മുതിർന്ന നേതാക്കൾ കീഴടങ്ങിയെന്നാണ് സൂചന. യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിലാദ്യമായി വർക്കിംഗ് പ്രസിഡന്റിനെയും തീരുമാനിച്ചു. ബിന്നു ചുളിയലിനാണ് വർക്കിംഗ് പ്രസിഡന്റ്. അബിൻ വർക്കിയും KM അഭിജിത്തും ദേശീയ നേതൃത്വത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. തൃശൂർ സ്വദേശിയായ ജനീഷ് KSUവിലൂടെയാണ് സംഘടനാ രംഗത്ത് വരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതേസമയം അബിൻ വർക്കിയെ ഒഴിവാക്കിയതിൽ കടുത്ത അതൃപ്തിയിലാണ് ഐ ഗ്രൂപ്പ്. അബിൻ വർക്കി മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നും സൂചനയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അഭിമാനകരമെന്ന് OJ ജനീഷ്. കേരളത്തിന്റെ സമര പോരാട്ടങ്ങൾ ഒന്നിച്ചേറ്റെടുക്കുമെന്നും ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ യൂത്ത് കോൺഗ്രസിന് നിർണായക ചുമതലയുണ്ടെന്നും ജനീഷ് തൃശൂരിൽ പറഞ്ഞു. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കഴിഞ്ഞകാല ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതുപോലെ തന്നെ സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പുതിയ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതൃത്വങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. UDFുമായി സഹകരിക്കാൻ താൽപര്യം അറിയിച്ച് CK ജാനു നേതൃത്വത്തിന് കത്ത് നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് CK ജാനു താൽപര്യം അറിയിച്ചത്. അതേസമയം കോൺഗ്രസിനുള്ളിൽ K മുരളീധരൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ജാനുവിനെ മുന്നണിയിലെടുക്കുന്നതിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗിനും വിയോജിപ്പുണ്ട്. അതേസമയം പ്രാദേശിക തലത്തിൽ വയനാട് കോൺഗ്രസിൽ CK ജാനുവിന്റെ കൂട്ടുകെട്ട് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ജാനുവിന്റെ കാര്യം പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ ചേർന്നു. AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കണ്ണൻ ഗോപിനാഥന് അംഗത്വം നൽകി. ജനങ്ങളെ പ്രജകളാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിൽ ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചത് എന്ന് കണ്ണൻ ഗോപിനാഥൻ പറഞ്ഞു. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് പിന്നാലെയാണ് കണ്ണൻ ഗോപിനാഥൻ IAS പദവിയിൽ നിന്ന് രാജിവെച്ചത്. പാലക്കാട് പിരായിരിയിൽ റോഡ് ഉദ്ഘാടനത്തിനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് നേരെ DYFIയുടെ പ്രതിഷേധം. ഗോബാക്ക് വിളികളും കരിങ്കൊടിയുമായി പ്രവർത്തകർ രാഹുലിന്റെ വാഹനം തടഞ്ഞു. DYFI പ്രവർത്തകരെ നേരിടാൻ UDF നേതാക്കളും എത്തിയതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയായി. പ്രതിഷേധം വകവയ്ക്കാതെ കാറിൽ നിന്നിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു. സമീപത്തെ വീടുകളിൽ കയറി ആളുകളുമായി സംസാരിക്കുകയും ചെയ്തു. പൊന്നാട അണിയിച്ചാണ് പ്രവർത്തകർ രാഹുലിനെ സ്വീകരിച്ചത്. പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന് DYFIയും BJPയും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പേരാമ്പ്രയിൽ പോലീസും UDF പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ MP ചികിത്സ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് മടങ്ങി. 3 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് കോഴിക്കോട്ടെ വീട്ടിലേക്ക് അദ്ദേഹം മടങ്ങിയത്. ബുധനാഴ്ച തുടർ ചികിത്സയുടെ ഭാഗമായി ആശുപത്രിയിൽ വീണ്ടും എത്തും. മുഖത്ത് അടിയേറ്റതിനെ തുടർന്ന് മൂക്കിന്റെ 2 എല്ലുകൾക്ക് പൊട്ടലുണ്ടായിരുന്നു.
ശസ്ത്രക്രിയയും വിശ്രമവും കഴിഞ്ഞാണ് മടക്കം. സംഘർഷത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ MP സ്പീക്കർക്കും പ്രിവിലേജ് കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടുണ്ട്. വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ്, പേരാമ്പ്ര ഡിവൈഎസ്പി N സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് തന്നെ ആക്രമിച്ചെന്നാണ് MPയുടെ പരാതി. റൂറൽ SP പരസ്യമായി സംബന്ധിച്ച സാഹചര്യത്തിൽ പോലീസുകാർക്കെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഷാഫി പറമ്പിലിനെതിരായ പോലീസ് മർദ്ദനത്തിൽ പോലീസ് ഷാഫിയെ ലക്ഷ്യമിട്ട് മർദ്ദിച്ചുവെന്നത് വ്യക്തമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അത് പുറത്തുവരണം. SP പറയുന്നത് ലാത്തിചാർജിന് ഓർഡർ കൊടുത്തിട്ടില്ല എന്നാണ്. പിന്നെ എങ്ങനെ ലാത്തിചാർജ് നടന്നു എന്ന് പറയണമെന്നും VD സതീശൻ പറഞ്ഞു. പോലീസ് ഷാഫി പറമ്പിലിനെ ലക്ഷ്യമാക്കി മർദ്ദിച്ചിട്ടുണ്ട്. അതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. ഒരു MPയെ ആണ് മർദ്ദിച്ചത്, ഒരു കാരണമില്ലാതെ, ഒരു പ്രകോപനമില്ലാതെ. ഇപ്പൊ SP എന്ന് പറയുന്നത് ലാത്തി ചാർജിന് ഓർഡർ കൊടുത്തിട്ടില്ല, വിസിലടിച്ചിട്ടില്ല, അടിക്കാൻ പറഞ്ഞിട്ടില്ല. അടിക്കാൻ പറയാതെ, വിസിലടിക്കാതെ, ലാത്തി ചാർജിന് ഉത്തരവ് കൊടുക്കാതെ ഒരു MPയുടെ തലയ്ക്കും മൂക്കിലെ എല്ലൊടിഞ്ഞു സർജറി നടത്തി. തലയ്ക്കും പോലീസ് അടിച്ചതെങ്കിൽ അതിന്റെ പുറകിൽ നടത്തിയിരിക്കുന്ന MPയെ ലക്ഷ്യമാക്കി വന്നിട്ട് ചെയ്തിരിക്കുകയാണ്. വിഷയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പോഴത്തെ ശബരിമല ഇതിൽ നിന്ന് വിഷയം മാറ്റാൻ വേണ്ടിയാണ്.